ഇന്നലെ പി വി അൻവറിനെ കെ സുധാകരൻ കണ്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിവരങ്ങളുമായി ഇവർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ കൂടുതൽ വിശദങ്ങളുമായി വിശദാംശങ്ങൾ നൽകാൻ അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക, UDF-നൊപ്പം നിർത്തുക എന്നുള്ള സതുദ്ദേശത്തിലായിരുന്നു കെ സുധാകരൻ്റെ കൂടിക്കാഴ്ച? തീർച്ചയായും ഇന്നലെ രാത്രി മഞ്ചേരിയിൽ വെച്ചാണ് കെ സുധാകരനും പി വി അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മഞ്ചേരിയിലെത്തി പി വി അൻവറുമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ പി വി അൻവർ അതിൽ അതൃപ്തിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പി വി അൻവറുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം ഉള്ള കെ സുധാകരനെ UDF നേതൃത്വം അതിനുവേണ്ടി നിയോഗിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി പി വി അൻവറുമായി കാര്യം ചർച്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ പി വി അൻവർ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് UDF-ൽ തൃണമൂലിനെ ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യമാണ് പി വി അൻവർ ഉന്നയിച്ചത്. പക്ഷെ അതിൽ കെ സുധാകരൻ നൽകിയിട്ടുള്ള മറുപടി ഇതിൽ UDF ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണം, KPCC ചർച്ച ചെയ്യണം. അത്തരം ചർച്ചകൾക്ക് ശേഷം മാത്രമേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. പെട്ടെന്ന് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ അത്തരം ചർച്ചകൾ എന്തായാലും പിന്നീട് നടത്താം എന്നതാണ് പി വി അൻവറിനോട് പറഞ്ഞത്. പക്ഷേ ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, UDF-ന് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, അതോടൊപ്പം തന്നെ പി വി അൻവറിനും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ UDF-നൊപ്പം നിൽക്കണം എന്നതാണ് കെ സുധാകരൻ പി വി അൻവറിനോട് ആവശ്യപ്പെട്ടത്. അതിൽ പി വി അൻവർ എന്ത് പ്രതികരണമാണ് അതിനുശേഷം കെ സുധാകരന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളത് ഇപ്പോഴൊരു വ്യക്തതയില്ല. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും അല്പസമയത്തിനകം കെ സുധാകരന്റെ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അനുനയ നീക്കം UDF നേതൃത്വം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കെ സുധാകരൻ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. താങ്ക് യു. ഇപ്പോൾ ചില പ്രേക്ഷകർ ഇപ്പോൾ മാത്യു പി വരുന്ന കമൻറ്റൊക്കെ കമൻറ്റൊക്കെ നോക്കാറുണ്ട്. ചിലപ്പം നമ്മൾ ഈ ചില വാർത്തകൾ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കമൻറ്റ് നോക്കിയാലും പറയാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. കാര്യം അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. 10 മണിക്ക് ശേഷം SKN കമൻറ്റ് നോക്കത്തില്ല, കാരണം കണ്ടുപിടിക്കത്തില്ല എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞത് ഞാൻ വായിച്ചു നോക്കി. ബി ദിലീപ് കുമാർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. നിലമ്പൂരിലെ രാഷ്ട്രീയം അത് ഏതായാലും തുടക്കത്തിൽ ചില കല്ലുകടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല UDF സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ ഇറങ്ങിത്തിരിച്ച UDF നേതാക്കന്മാർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഇദ്ദേഹത്തിനെ പി വി അൻവറിനെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം 1-2 കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ കീഴടങ്ങില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഒന്നുകൂടെ പയറ്റാം എന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം. അങ്ങനെ പയറ്റിയാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്നുകൂടി അദ്ദേഹം ചിന്തിക്കണമെന്ന് നമുക്ക് തോന്നുന്നു. SKN, പി വി അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം UDF-ൽ ഘടകകക്ഷിയാക്കുക എന്നതാണ്. ഇതാണ് അതിന് പറ്റിയ ഏറ്റവും മികച്ച അവസരമെന്ന് പി വി അൻവറിനറിയാം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ആ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ചില മോശം പരാമർശങ്ങൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചൊക്കെ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത്തരം പരാമർശങ്ങൾ അത് UDF നേതാക്കളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ കൈവിടില്ല UDF നേതൃത്വം എന്ന കാര്യവും പി വി അൻവറിനറിയാം. എന്നാൽ UDF-ൻ്റെ ഈ ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യം അത് എത്രയും വേഗം പ്രഖ്യാപിക്കണം, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കണം എന്നതാണ് ഇപ്പോൾ പി വി അൻവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ UDF യോഗം VD സതീശനെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നു. പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ. അങ്ങനെ അത്തരമൊരു കാര്യത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ഇപ്പോൾ പി വി അൻവർ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന ഒരു പൊതുവികാരം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. അത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയായിരിക്കും കോൺഗ്രസിൻ്റെ ഇനി അടുത്ത ചുവടുവയ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുന്നണിയിൽ സഹകരിപ്പിക്കണം എന്ന കാര്യത്തിൽ അത്തരത്തിൽ നേരത്തെ തന്നെ ഒരു പൊതുവായ ധാരണ രൂപപ്പെട്ടിരുന്നത്, ഒരു അസോസിയേറ്റ് എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കാം എന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ പാലാ MLA മാണി സി കാപ്പൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആ നിലയിൽ അസോസിയേറ്റ് ചെയ്യുകയാണ് UDF-നൊപ്പം.
അത് RMP ആകട്ടെ പുറത്തുനിന്ന് മുന്നണിയെ പിന്തുണയ്ക്കുകയാണ്. UDF-ൽ ഘടകകക്ഷിയല്ല RMP. അങ്ങനെ അത്തരം വഴികളൊക്കെ ഉണ്ട്. പക്ഷേ UDF-ൽ ഘടകകക്ഷിയാക്കണം, UDF യോഗത്തിൽ പങ്കെടുപ്പിക്കണം എന്നതാണ് പ്രധാനമായും PV അൻവർ ആവശ്യപ്പെടുന്നത്. അതിന് ഈ 2 ദിവസം കൊണ്ട് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരവധി പാർട്ടികൾ, ഘടകകക്ഷികളൊക്കെ ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. പക്ഷേ 2 ദിവസം കൊണ്ട് തീരുമാനമെടുക്കണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന PV അൻവറിനോട് എന്തു സമീപനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് നമുക്ക് ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ തുടർ നീക്കങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. SK ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.